ഹായ് ഗായ്സ്, ഇത് സെൽഫ് മോട്ടിവേറ്റിംഗ് വീഡിയോ ആണ്. ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് മെഹന്തി ആയിരുന്നു, നല്ല മെഹന്തി ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത മെഹന്തി ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മെഹന്തി ഷോസൊക്കെ. ഞാൻ ഭയങ്കര ഈ ബുക്സിനോടും പേന, പെൻസിൽ അങ്ങനത്തെ സാധനത്തിനോടും ഭയങ്കര അഡിക്ഷനുള്ള ഒരാളാണ്. എനിക്ക് ഈ ഡയറി, ജേണൽ, ബുക്സ്, സ്റ്റേഷനറി ആയിട്ടുള്ള ഈ ഐറ്റംസൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഒരുപാട് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും എനിക്കതൊക്കെ വേണം. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഡയറി ഉണ്ട്. ഏകദേശം എല്ലാ വർഷത്തെ ഡയറി ഉണ്ട്. 2020 ഡയറിയാണ്. അതിന് തൊട്ട് മുമ്പ് വേണത് 2022, 2023. അപ്പോൾ കുറേ ഡയറികൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വർഷമെങ്കിലും കറക്റ്റായിട്ട് പ്ലാനറൊക്കെ എഴുതി സെറ്റായിട്ട് പോവാം. നമ്മൾ ഈ ഒരുപാട് മൂഡ് സ്വിങ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്കൊരു പ്ലാൻ കൊടുക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്ലാനർ അല്ലെങ്കിൽ ഒരു ഡയറി എടുത്തിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യാം. ഇപ്പോൾ ഈ പ്ലാനറിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ പേര് എഴുതാം. നമ്മളുടെ അടുത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യണം, ഈ ഒരു വർഷം നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഈ വർഷം എന്തൊക്കെ ഡേറ്റുകൾ നമ്മൾ ഓർത്തിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡയറി ഉണ്ടെങ്കിൽ നമുക്ക് മറന്നു പോകാണ്ട് ഓർത്ത് ചെയ്യാൻ പറ്റും. ഈ പ്ലാനറിൽ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു, കഴിഞ്ഞ വർഷം നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, സിനിമ, ഇനി നമുക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ, എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പഠിക്കാൻ പറ്റും, നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, വാട്ട് ഓൺ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകൾ, എനിക്കിഷ്ടപ്പെട്ട പാട്ട്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെങ്കിൽ അതിനുള്ള പേജുണ്ട്. സെൽഫ് കെയർ ഇമ്പ്രൂവ് ആക്കുകയാണെങ്കിൽ അതിനുള്ള പേജുണ്ട്. ഇത് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ ഒരു 21 ഡേയ്സിൻ്റെ ഒരു എക്സസൈസ് പോലത്തെ ഒരു പേജാണ്. അതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാനർ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് നമ്മൾ കയ്യിൽ കരുതുകയാണെങ്കിൽ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ വർക്ക് ചെയ്യണവരാണെങ്കിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും കൂടി നമുക്കതിൽ ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് കാർഡുകളുണ്ട് കേട്ടോ. നമുക്ക് ആരെയും ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ താങ്ക് യു, വെൽക്കം എന്നൊക്കെ എഴുതിയിട്ട് കൊടുക്കാൻ പറ്റും. കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കട്ടൗട്ടായിട്ടുള്ള കാർഡ്സ് വരുന്നുണ്ട്. പിന്നെയാണ് ഓരോ പേജ്. ഇതിൽ പ്ലാനറാണെങ്കിലും ഡേറ്റൊന്നും ഇല്ലാത്ത അൺഡേറ്റഡ് ആയിട്ടുള്ള പ്ലാനറാണ്. അപ്പോൾ നമുക്ക് തന്നെ എവിടെ വേണമെങ്കിലും, ഏത് മാസത്തെ കാര്യങ്ങൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സ്റ്റിക്കർ വരുന്നുണ്ട്. ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചെയ്യാനും ഇതാക്കാനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ബാക്കിലാണ് സ്റ്റിക്കർ വരുന്നത്. ആ സ്റ്റിക്കറിൽ മന്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ടത്, കോഫിൻ്റെ കുറച്ചൊരു 2 ഷീറ്റ് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെയൊരു സ്റ്റിക്കർ ബുക്ക് കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ പ്ലാനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്കൊക്കെ എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ കുറേ നമ്മുടെ മൈൻഡിലത്തെ ആ പ്രഷർ, സ്ട്രെസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും ഓരോ ദിവസവും കടന്നു പോകുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് റിലാക്സ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് ഹോബീസൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ഓവറായിട്ട് ഇങ്ങനെ അത് ചെയ്യണം എന്നൊക്കെ കടന്ന് വെപ്രാളപ്പെടുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ നമ്മളൊന്ന് എല്ലാം പ്ലാൻ ചെയ്ത്. പിന്നെ നമ്മുടെ ഡ്രീംസൊക്കെ, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ, നെഗറ്റീവുകൾ കഴിവതും ഒഴിവാക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരുപാട് സന്തോഷിച്ചു എന്ന്, ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എഴുതുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഈ പ്ലാനറുടെ പിന്നിൽ ഗവേഷണം ചെയ്യുന്ന ആൾക്കാരെ പറയാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് മാത്രമേ അതിലുള്ളൂ. ഒരു ചെറിയൊരു വാനില സ്പോഞ്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് കേക്കായിരുന്നു. ഇതൊരു 1/2 kg സ്ക്വയർ പാനിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. കേക്ക് റെസിപ്പിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.